ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചിക്കൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് ചിക്കൂസ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മുടെ വീട്ടിൽ അങ്ങനെ പുതിയൊരു അതിഥി കൂടി വന്നേക്കാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിഥി ഗസ്റ്റ് ആയില്ല. നമ്മളങ്ങനെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും ആയിരിക്കും നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ നമ്മൾ ഇത് ഒരു വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗപ്പി കുളത്തിൻ്റെ ഒരു താമരയ്ക്ക് വന്നിട്ട് നമ്മൾ താമര അങ്ങനെ പുള്ളിലും പാടത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ശരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഫസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഉണ്ടായത് കണ്ടത്. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് 2-3 വീഡിയോസായിട്ട് ഓരോ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വ്യൂസ് കിട്ടും അതിനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ഡീറ്റെയിൽ വീഡിയോ എടുക്കാമെന്ന്. ശരിക്കും വളർന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിരിക്കും നമ്മുടെ ഗപ്പിക്കുളത്ത് താമരയുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് തന്നെ വീഡിയോയിട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ അത് താമര വളർന്നു നന്നായി. അത്യാവശ്യം ഞാൻ ഫസ്റ്റ് ഇട്ടപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ചെറിയ ചെയ്തായിരുന്നു. പിന്നെ അത് കുറച്ച് ദിവസമായിട്ട് വളർന്നു. ശരിക്കും എത്രയാ 30 ദിവസം മുമ്പ് വെച്ചതെന്ന് പറയുന്നുണ്ട്. 30 ദിവസമായി കഴിഞ്ഞു. മുട്ട് വന്നിട്ട് 16 ദിവസം കഴിഞ്ഞിട്ടാണ് വലുതായതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വലുതായിട്ട് കണ്ടു. അത് ഞങ്ങൾ അമ്പലത്തും പള്ളിയിലൊക്കെ കൊണ്ട് കൊടുത്തു വിട്ടു താമര. പള്ളിയിലൊക്കെ കൊണ്ട് കൊടുത്തു താമര. ഞാൻ ആ ടൈമിൽ വ്ളോഗ് എടുക്കുന്നത് വേസ്റ്റാണ്. പക്ഷേ ആ ടൈമിൽ വ്ളോഗ് എടുക്കാൻ ഞാൻ പെട്ടെന്ന് മറന്നു. എന്നാൽ അത് ഞാൻ യൂട്യൂബ് ഷോർട്സ് തന്നെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് എടുത്തത്. അപ്പോൾ തന്നെ ആ സംഭവം എടുത്ത് കട്ട് ചെയ്തു. നമ്മുടെ അമ്പലത്ത് പള്ളിയിലൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ യൂട്യൂബ് വ്ളോഗ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പുതിയൊരു താമര വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇപ്പം എടുക്കാമെന്ന് വ്ളോഗ്. ആ സമയം എനിക്ക് ഒരു 4-5 ദിവസം വലുത് വളരും. അപ്പോൾ രാവിലെയൊക്കെ നല്ല ഭംഗിയിട്ട് രാവിലെ സമയത്ത് ഞാൻ വ്ളോഗ് എടുത്തത്. അപ്പോൾ ആ ടൈമിൽ ഒക്കെ വിടർന്നു. ഇപ്പോഴും കുറച്ച് വിടർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടോ. അപ്പോൾ വെച്ച് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ ആ ഏരിയ ആണ് കേട്ടോ. ഇവിടെ പറമ്പ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായതോ. ഇത് വേറൊരു വീട്. ഉച്ചയ്ക്ക് 3 മണിയായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. തിരുമ്പമ്പുളിയുടെ മരമാണ് കേട്ടോ. ഇവിടെ നിറയെ മാങ്ങ വീണെടുക്കുന്നുണ്ട്. ചക്ക, ആഞ്ഞിലി ചക്ക, ഗൈസ് റെഡ് കളർ മാംഗോ. നമ്മൾ നല്ല കാറ്റുണ്ട് കേട്ടോ. പക്ഷെ വെയിലും ഇട്ട് അത്യാവശ്യം. അപ്പോൾ നമ്മുടെ കിണറിൻ്റെ അവസ്ഥ കേട്ടോ. നമ്മുടെ ഗപ്പിക്കുളം അവിടെയാണ് നമുക്ക് താമര ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ. ഇതൊക്കെ ചെറുതാണ്. ഇവിടെയാണ് നമ്മൾ കണ്ടത്. ഞാൻ യൂട്യൂബ് ഷോർട്സ് എടുത്ത് വളർന്നത്. അത് നമ്മൾ പൊട്ടിച്ചിട്ട് പള്ളിക്ക് അമ്പലത്തേക്ക് കൊണ്ട് കൊടുത്തു. ഇവിടെയുള്ളത് ഇപ്പോൾ വേറെ വളർന്നുകൊണ്ടിരിക്കണതാണ് ഇത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ നിന്ന് രാവിലത്തെ യൂട്യൂബ് ഷോർട്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ട ഇതാണ് ഞാൻ അടുത്ത് ആവണമെന്ന് ഉറപ്പാണ് തോന്നും. ഇതും ആവണ്ടേ. പിന്നെ ഇതുപോലെ ഒരു ചേർത്ത് കൂടി ഉണ്ട്. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ചെറുത്. ഇത് ഗപ്പിക്കുളമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗപ്പിക്കുളം. 2 ടാങ്ക് വാങ്ങിച്ചു. നമ്മുടെ ഈ താമര ഇവിടെ നഴ്സറിയിൽ നിന്ന് മണ്ണുത്തി നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. തൃശ്ശൂരുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ പോക്കണ്ട. കിണറിൻ്റെ ഈ ഭാഗം, വിൻഡോൻ്റെയും കിണറിൻ്റെയും ഈ ഭാഗമാണ്. വെയിലും മഴ സീസൺ വന്നില്ല. മഴ സീസൺ വന്നാൽ കുഴപ്പമില്ല. നല്ല അധികം വെള്ളമായി ചീഞ്ഞ് പോകും. നമ്മൾ മാറ്റി വയ്ക്കും. ഇതൊക്കെ വൈകുന്നേരം തണലും കാറ്റൊക്കെ കിട്ടും. ഗപ്പിക്കുളമാണ് ഇട്ടത്. ശരിക്കും ഗപ്പിയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട ഫ്രണ്ട്സിൻ്റെ ഉള്ളിലുണ്ട്. കണ്ട കുറച്ച് പൊടി മീനുകളൊക്കെ ഉണ്ട്. കണ്ട ഉള്ളിൽ നിങ്ങൾക്ക് കാണാം കുറേ പൊടി മീനുകളും കാര്യങ്ങളൊക്കെ. പിന്നെ 2 വലിയ മീൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഇത്ര സൈസുള്ള മീനുണ്ട്. അത് ഈ ഇലയുടെ ഇടയിലാണ് കേട്ടോ. അത് കാണാനില്ല ഫ്രണ്ട്സ്. ഞാനന്ന് യൂട്യൂബ് ഷോർട്സിൽ കാണിച്ചു തരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാനത് കാണുന്നില്ല. നമുക്ക് ഷോർട്സിൽ കറക്റ്റായിട്ട് കിട്ടിട്ടോ. ഇപ്പോൾ അത് ഈ ഇലകളുടെ ഇടയിൽ നിൽക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇല മാറ്റുമ്പോൾ അത് വേറെ ഇലയുടെ അങ്ങനെയാവും. ഇത് പിന്നെ വേറെ പ്രത്യേകം നമ്മൾ പിടിപ്പിച്ച് വെച്ചാൽ ഇത് പടർന്ന് പോകും. കണ്ട അവിടെ വേറെ തൈ വളരുന്നുണ്ട്. ഇത് നമ്മൾ താമരയുടെ നല്ല ഭംഗി കിട്ടോ. ഇവിടെ കണ്ടതാണ് കേട്ടോ. ഇത് ഇവരിവിടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണെന്നാണ് പറഞ്ഞത്. ഇത് 2 ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഇതിലാന്ന് തോന്നുന്നുണ്ട്. ഇതിലാണ് ഒരെണ്ണം. ഇതാണ് ഇതിലത്തെ ആദ്യത്തെ. ഇതിലാണ് നമ്മളന്ന് കണ്ടത്. ഇതിലത്തെ ഒന്നും ആയിട്ടില്ല. ഇതിലാണ് നമ്മളന്ന് കണ്ടത്. ഇതിലും 3-4 ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ചെറുതായിരുന്നു. ഇതിപ്പോഴാണ് ഇന്ന് കുറച്ച് വലുതായത്. കണ്ട ഇവിടെയായിരുന്നു നമ്മളൊന്ന് കണ്ടത്. ഇത് നമ്മൾ ഇതാണ് നമ്മൾ അമ്പലത്തിൽ കൊടുത്തത് കേട്ടോ. ഇതൊക്കെ ചെറുതാണ്. ഇതൊക്കെ ആവണുള്ളൂ ഫ്രണ്ട്സ്.
ഇത് ഒരുവിധം ആയിട്ടുണ്ടെന്ന് പറയാം. കാരണം ചെറുതാണ്. നേരത്തെ കാണിച്ചതിൻ്റെ ആ മുകളിൻ്റെ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ അത്രയ്ക്കില്ല. ഇത് എന്നാലും കുറച്ച് ചെറുതാണ് കേട്ടോ. പിന്നെ ഇത് അതിനേക്കാളും ചെറുത്. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സീനറി ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം ഷോർട്സ് കാണിക്കാൻ കണ്ട വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ഇത് വെള്ളത്തുള്ളികൾ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ കാണിച്ചത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഉള്ളിൽ ഇലകളൊക്കെ ചെറുതായിട്ട് കരിഞ്ഞ് വരുന്നുണ്ട്. ഇത് നമ്മുടെ വെയിലുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് വാടിയത്. എന്നാലും കുഴപ്പമില്ല. താമരയൊക്കെ ഉണ്ടാകും ഒരു നല്ല ഭംഗിയിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചുതരാം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ചേമ്പിൻ്റെ അല്ല പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ വശത്ത് എന്ത് പറയേണ്ടവർ ചേമ്പിൻ്റെ അല്ല. അവിടെ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു കേട്ടോ. ആ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ തുള്ളികൾ ഇതുപോലെ വരുന്നു. ഞങ്ങൾ ഇത് കാണിച്ചാണ് കേട്ടോ. പക്ഷേ അത് കറക്റ്റ് ഇതായി സക്സസ് ആയി. പിന്നെ ഈ താമരയോടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മളൊരുവിധം എല്ലാ യൂട്യൂബ് ഷോർട്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ സ്പ്രൈറ്റ് കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല വെയിലത്തല്ലേ നിന്നു. അപ്പോൾ ചെറുതാഹാരം വന്നു. അപ്പോൾ സ്പ്രൈറ്റ് എടുക്കാൻ വന്നതാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ സ്പ്രൈറ്റ് എടുത്തു. ഞാൻ ഇവിടെ അലക്കുംകല്ലിൻ്റെ അവിടെ നിന്നിട്ടാണ് കഴിക്കേണ്ടത്. ഇവിടെ നമ്മൾ അലക്കുംകല്ലിൻ്റെ അവിടെ നിന്നിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാം, സ്പ്രൈറ്റ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്പ്രൈറ്റ് കുടിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. വെച്ചിട്ട് നമ്മൾ ഇന്നലെ വാങ്ങിച്ചു. ഇന്ന് രാവിലെ കുറച്ചെടുത്തു. അപ്പോൾ ഉച്ചയ്ക്ക് എടുത്തു കുറച്ച് ചോറിനിട്ട് കുറച്ചെടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ താമര കാണിക്കുമ്പോൾ നമ്മൾ നല്ല വെയിൽ ഇപ്പോൾ 3:30 ആയി. വെയിൽ കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ ദാഹിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ കുടിച്ചതാണ് കേട്ടോ. നമ്മുടെ വെയിലത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല വെയിലത്തുനിന്ന് നമ്മൾ ഇതുപോലത്തെ വല്ല സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കുടിക്കുമ്പോൾ നല്ല ഇതിൻ്റെ തരിപ്പൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേക തണുപ്പിൽ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിലും ഫ്രിഡ്ജിൽ വെച്ച് അത് നമ്മൾ പിന്നെ വെയിലത്തുനിന്ന് വല്ല ഫ്രിഡ്ജിൽ വെച്ച് മാങ്ങയോ നമ്മൾ കുറേ മാങ്ങ ഇവിടെ ഉണ്ട്. അപ്പോൾ മാങ്ങ എന്തൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ. നമ്മുടെ തരിപ്പ് തൊണ്ടേന്ന് ഇറങ്ങി വരുന്നുള്ളൂ. അങ്ങനെ ഫ്രണ്ട്സ്, സ്പ്രൈറ്റ് നമ്മൾ കുടിച്ച് കഴിഞ്ഞിരിക്കുന്നു. മിഷൻ കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മളിനി ഈ ഗ്ലാസ് എടുത്തില്ലേ നമ്മളപ്പോൾ ഈ ഗ്ലാസ് ഞാൻ എങ്ങനെയാണ് നമ്മൾ കയ്യിലൊഴിക്കുമ്പോൾ നമ്മൾ ക്യാമറ ഒരേപോലെ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ട് എടുക്കാം. ഗ്ലാസ്സിൽ വെച്ച് പൈപ്പിൽ വെച്ച് വെള്ളം എടുത്ത് മുകളിൽ ഒഴിച്ച് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. നേരത്തെ പറഞ്ഞില്ലേ ആ ഇലയിൽ കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ. തുള്ളികളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും. ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടോളൂ. ഇത് ഷോർട്സിൽ ഇത് ഞാൻ ജസ്റ്റ് വ്ളോഗ് എടുത്തപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നു തോന്നിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോൾ കാണിക്കേണ്ടതാണ് കേട്ടോ. ഷോർട്സിൽ ഒരു ഉൾപ്പെടുത്തുന്നത് നമ്മൾ നമ്മൾ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഇലയുടെ മേളിൽ ഒഴിക്കാം, പിന്നെ താമരയുടെ മേളിൽ ഒഴിക്കാം. രണ്ടിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കാണണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ആദ്യം ഇലയുടെ മേളിൽ ഒഴിക്കാം. ഇത് ശരിക്കും സ്ലോ മോഷനായിട്ട് എടുക്കാൻ രസം കാണിച്ചു തരാം. നോക്കിയ ഫ്രണ്ട്സ്, നല്ല രസമില്ലേ ഫ്രണ്ട്സ്. ഇത് ഒരു പ്രത്യേകത കാണിച്ചു തരാം. നമ്മുടെ വെള്ളം ഒഴിച്ചു. ഇവിടെ തൊട്ട് നോക്കി ഒരു വെള്ളത്തിൻ്റെ ഒരു നനവല്ല, ഒരു ചെറിയ നനവ് പോലും ഉണ്ടാവും ഇവിടെ. അത്രയ്ക്ക് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതാണ് പ്രത്യേകത. ആ ഇലയാണ് പ്രത്യേകത. ഈ ഇലയൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഈ വെള്ളം കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേറെ എടുക്കണം. നമ്മൾ താമരയിൽ കൂടെ ഒഴിക്കണം. താമര സ്ഥാനയ്ക്കേണ്ട നല്ലതാണ് കേട്ടോ. കുറച്ച് അധികം കുറച്ചൊക്കെ നമുക്കിപ്പോൾ വെള്ളം എടുക്കാം. ഇത് ശരിക്കും സ്ലോ മോഷനായിട്ട് എടുക്കാൻ നല്ല രസമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞാനൊരു ദിവസം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര രസമുണ്ട്. ഈ വീഡിയോ എടുത്ത് സ്ലോ മോഷനിലിട്ട് അപ്പോൾ അടിപൊളിയുണ്ട്. നമ്മൾ വെള്ളത്തുള്ളികൾക്ക് താഴേക്ക് ഇങ്ങനെ വരില്ലേ. അപ്പോൾ അടുത്ത കപ്പ് വെള്ളം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒഴിക്കാം. ഇത് മൊത്തം ഒഴിച്ച് ശരിയായിട്ട് ഇത് കേടായി. ഇപ്പോൾ നമ്മൾ താമര ഇവിടെ ഇരിക്കുന്ന താമര നമുക്ക് ഒഴിച്ചെടുക്കാം. ബാക്കി ഈ ഇലയിൽ നമുക്ക് ഒഴിച്ചെടുക്കാം. കണ്ട നമുക്ക് ഈ ഇലയിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു വെക്കാം. കണ്ട നല്ല രസമില്ലേ കാണാൻ. വെള്ളം നോക്കി വെള്ളത്തുള്ളികൾ ബോൾ പോലെ പോവും. ഇനി നമുക്ക് താമര ഒഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് താമര കണ്ട താമരയിട്ട് അത് ഡ്രൈ ആയിട്ട് കണ്ട. പക്ഷേ വെള്ളത്തുള്ളി കുറച്ചൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ബാക്കി ഇങ്ങനെ ഒഴിച്ചെടുക്കാം. കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്ലോ മോഷനിൽ തന്നെയാണ് എടുക്കുന്നത്. സ്ലോ മോഷനിൽ നമ്മൾ താമരേനെ നമ്മൾ നേരത്തെ സ്ലോ മോഷനിൽ എടുത്തു. നമ്മൾ താമരേമ്മ വെള്ളം ഒഴിക്കേണ്ടതും ചേമ്പുമ്പോൾ വെള്ളം ഒഴിക്കേണ്ടതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ അത്.
ഇത് പിന്നെ അധികം വെയിലെടുത്ത് ചെറുതായിട്ട് തണലെടുത്ത് വെക്കണം കേട്ടോ. ഇത് നമ്മൾ വെയിലെടുത്ത് വെച്ച് പോയി ഇത് തെറ്റാണ് കേട്ടോ. തണലെടുത്ത് വെക്കണം, അല്ലെങ്കിൽ താമര കണ്ട ഇതുപോലെ വാടിപ്പോവും. ഇത് കുറച്ച് കരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് പറഞ്ഞ പോലെ താഴത്ത് തന്നെ വളരുന്നുണ്ട് കേട്ടോ. അത് പക്ഷെ അത്രയ്ക്ക് ആയില്ല, ചെറുതായിട്ട് ആയിട്ടുള്ളൂ. കണ്ട ചെറുതായിട്ടൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഉള്ളിൽ കുറേ മൊട്ട് പൊട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വേറെ മീനുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലില്ലാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ പൊടി മീനെ കാണിച്ചത്. പിന്നെ 2 ഗപ്പിയിട്ടുണ്ട്. ഗപ്പിക്കുളമാണ് കേട്ടോ ഫ്രണ്ട്സ്, അത് വേറെ കാര്യം. ഗപ്പിക്കുളമാണത്. 2 ഗപ്പി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണുന്നില്ല. കണ്ട നമ്മുടെ പൊടിമീനൊക്കെ ഇഷ്ടംപോലെ പൊടിമീനുണ്ട് കേട്ടോ. പക്ഷെ ഗപ്പി കണ്ട പൊടിമീൻ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗപ്പി പക്ഷേ ഈ 2-3 ഗപ്പി ഉണ്ട്. അത് ഈ ഇലയുടെ ഇടയിൽ എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഇല എടുത്താലാണ് അറിയുള്ളൂ. പക്ഷേ ഇല എടുക്കുമ്പോൾ അത് വേറെ ഇലയ്ക്ക് എടുക്കും. നമ്മളതാണ് യൂട്യൂബ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്ത സ്ലോ മോഷൻ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചത് ഈ ചേമ്പിൻ്റെ ഇലല്ലേ ഫ്രണ്ട്സ്. ഇത് ചേമ്പിൻ്റെ ഇല തോന്നുന്നില്ല, കാരണം നമ്മൾ ചേമ്പിൻ്റെ ഇല നേരത്തെ ചേമ്പിൻ്റെ ഇല ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഒഴിക്കുമ്പോൾ വെള്ളത്തുള്ളി പോലെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് താമരയുടെയാണ് കേട്ടോ. പിന്നെ ഇത് വേറെ ഇലയുടെ പേര് എനിക്കറിയില്ല, അറിയണവർ കമൻറ്റ് ചെയ്തതിൻ്റെ ഇല. അപ്പോൾ ഇത് ഭയങ്കര രസമാണ് കേട്ടോ, നല്ല ഭംഗി കേട്ടോ. ഈ വഴിക്കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ താമരേനെയും വേണ്ട. ഞാൻ ഇതിൻ്റെ എല്ലാ ഗ്രോത്ത് നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ എന്നും ഡെയിലി നമ്മൾ യൂട്യൂബ് ഷോർട്സ് ഇടുമ്പോൾ ഉൾപ്പെടുത്താം നമ്മുടെ ഇതിൻ്റെ ഗ്രോത്ത്. ഇന്ന് രാവിലെ ഇട്ട് യൂട്യൂബ് ഷോർട്സ് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി യൂട്യൂബ് ഷോർട്സ് ഇടുമ്പോൾ ഇതിൻ്റെ താമര ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ വളരുന്ന സ്റ്റേജുകളൊന്നൊക്കെ. ഇപ്പോൾ ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തണ്ട് ചെരിഞ്ഞെടുക്കാറ്, അത് ഇപ്പോൾ വാടി പോയതിൻ്റെ കേട്ടോ. ഇത് പിന്നെ അധികം ഞാൻ പറഞ്ഞില്ലേ, വെയിലെടുത്ത് വെക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയിട്ട് കാണാൻ. ഇവിടെ മാവൊക്കെ ഉണ്ട് കേട്ടോ, അതൊരു കുഴപ്പമില്ല. ചെറുതായിട്ട് കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതപ്പോൾ അവിടെ അടുത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത വീടുകളുണ്ട്. ഇവിടെ എന്നിട്ട് കുറേ ഇവിടെ ഈ അടുത്ത വീടൊക്കെ കണ്ടതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് പൂക്കൾ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ പ്ലാസ്റ്റിക് പൂക്കൾ ഇതെങ്ങനെ വളർത്തേണ്ടത് എനിക്കറിയില്ല കേട്ടോ. പ്ലാസ്റ്റിക് പൂക്കൾ തൈ വാങ്ങിച്ച് കണ്ടാണ് നേഴ്സറിയിൽ നിന്ന് കിട്ടുന്നതാണ്, എനിക്കറിയില്ല. പിന്നെ ഇത് കുരുമുളക് മരം, ഇതൊക്കെ ഞാൻ ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നോക്കി ഫ്രണ്ട്സ്, ചക്ക. ഇത് നമ്മുടെ മറ്റേ പഴുത്ത ചക്ക എന്ന് പറഞ്ഞിട്ട്, പഴുത്ത ചക്ക ഈ കൊല്ലം പഴുത്ത ചക്ക നമുക്ക് മിനിഞ്ഞാന്ന് കിട്ടി, പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. കഴിക്കാൻ കൊതുവാണ് കണ്ട പഴുത്ത ചക്ക. ഇത് നമ്മുടെ പറമ്പല്ല, വേറൊരു പറമ്പാണ് കേട്ടോ. എനിക്ക് ചക്ക കഴിക്കാൻ കൊത്തിയാണ്. ചക്ക വരട്ടിയതും ചക്ക വറുത്തത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വറുത്തതും ചക്ക ഉപ്പേരിയൊക്കെ ചോറുണ്ടെങ്കിൽ ചക്ക വറുത്ത്, ചക്ക പായസം, ചക്ക വരട്ടിയത്, അങ്ങനെയൊക്കെ. ചക്ക ചോള കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്ക പച്ചക്ക് കഴിക്കാൻ, ഇത് പഴുത്ത ചക്ക കഴിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അതിഥീനെ കാണിച്ചു നോക്കുന്നതാണ് നമ്മുടെ പുതിയ അതിഥി. അപ്പോൾ നമ്മുടെ താമരയുടെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, കമൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടേക്ക് ഇതുണ്ട് കേട്ടോ. അപ്പം ഇപ്പം സമയം എത്ര മണി? 3:45 സത്യം പറഞ്ഞത്. അപ്പോൾ ശരിക്കും 3:15 യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുള്ളതാണ്. നിങ്ങൾക്ക് ഡെയിലി 2 ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തില്ല. ഇപ്പോൾ വീണ്ടും നമ്മുടെ തുടങ്ങിയിട്ട് യൂട്യൂബ് ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു വീഡിയോ, വൈകുന്നേരം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടു. ഇന്ന് രാവിലെ പഴയ സാധനങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. മുകളിലത്തെ കുടങ്ങളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഉൾപ്പെടുത്തി, കുറച്ച് പഴയ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഉൾപ്പെടുത്തു. ഇനിയിപ്പോൾ എടുക്കണം. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്, നമ്മൾ ഇടണം. വോയിസ് ഓവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ നമ്മൾക്ക് ഇടണം. 3:15 നമ്മൾ ഇടുന്ന സമയം 3:45 ഇപ്പോൾ. അപ്പോൾ നമ്മുടെ വ്ളോഗ് അൺഎക്സ്പെക്റ്റഡ് വ്ളോഗ് നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ കണ്ടന്റ് കിട്ടില്ല. അപ്പോൾ എങ്ങനെ എടുക്കാമെന്ന് വെച്ചു. അത് നമ്മൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ. ഒരുവിധം എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും കാണാൻ. യൂട്യൂബ് ഷോർട്സിൽ 2 തവണ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, റീച്ച്. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇടണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കണം. അപ്പോൾ ഇതിങ്ങനത്തെ നിങ്ങൾ വളർത്തണം. സത്യം നല്ല ഭംഗിയിട്ട് കാണാൻ. നമ്മൾ ചുറ്റും നമ്മൾ വീടിൻ്റെ ചുറ്റും നടക്കുമ്പോൾ നല്ല ഭംഗിയിട്ട് കാണാൻ. നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ നേഴ്സറിയിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ മതി, ഓളമർത്തിയാൽ നമ്മുടെ എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ വീഡിയോ. ബൈ.